റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ നടക്കാൻ സാധ്യതയുള്ള യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ഇത്ര ദിവസമായി സംസാരിക്കുകയാണ്. പക്ഷേ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, ആയുധങ്ങൾ ഉപയോഗിച്ച് ഓരോ സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻസും ആക്രമിക്കുന്നതിന് പകരം റഷ്യ ഉക്രൈനുള്ളിലെ എനർജി ഗ്രിഡ്സിനെ വളരെ ഗൗരവമായി ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയാണ് എന്ന്. ഇതിൻ്റെ ഫലം ഇപ്പോൾ എന്തെന്നാൽ ഉക്രൈനിൽ ഏകദേശം 13 മില്യൺ വീടുകളുണ്ട്. കൃത്യമായ കണക്ക് ലഭ്യമല്ലെങ്കിലും 2025 ചില ഡാറ്റ പ്രകാരം ഇത് 13 മില്യണിലധികം വീടുകളാണ് എന്ന് ചില കണക്കുകൾ പറയുന്നു. അധീനതയിലായ പ്രദേശങ്ങളും ഉൾപ്പെടുത്തി നോക്കുമ്പോൾ അതിൽ 6 മില്യണിലധികം വീടുകൾ വൈദ്യുതി വിതരണം ഇല്ല എന്നുള്ള അതീവ പ്രധാനപ്പെട്ട പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. ഇത് പ്രസിഡന്റ് സെലൻസ്കി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ റഷ്യ ഉക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അപ്ഡേറ്റുകൾ പുറത്തു വന്നു. റഷ്യ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, എനർജിയെ തന്നെ ഒരു ആയുധമാക്കി മാറ്റുന്ന ഘട്ടത്തിലേക്ക്. ഇത് വാർത്തയായി കേൾക്കുമ്പോൾ ഉക്രൈൻ തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന പോലെ തോന്നാമെങ്കിലും അത് യഥാർത്ഥത്തിൽ അങ്ങനെ മാത്രമല്ല. ഉക്രൈന്റെ കാഴ്ചപ്പാടിൽ നിന്നും നോക്കിയാൽ ഇപ്പോൾ അവർക്കെതിരെ അതീവ കഠിനമായ ഒരു ശീതകാലം ആരംഭിച്ചിരിക്കുകയാണ്. ഹീറ്റിംഗ് സംവിധാനങ്ങൾ ഇല്ലാതെ ഈ സാഹചര്യം നേരിടുന്നത് ഉക്രൈനിയർക്ക് മാത്രമല്ല, ആർക്കും തന്നെ ഈ സാഹചര്യത്തിൽ അതിജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരിപ്പോൾ അത്യന്തം നിർണായകമായൊരു ഘട്ടത്തിലാണുള്ളത്. ഒന്നാമത് ഉക്രൈനിൽ ഇതെല്ലാം പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും റഷ്യയെ തിരിച്ചടിക്കേണ്ട അവസ്ഥയിലേക്ക് പോകണം. എന്ത് സംഭവിക്കുമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യ ഉക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യം വന്ന വാർത്ത ഡെൻമാർക്കിനെ കുറിച്ചാണ്. റഷ്യയെക്കുറിച്ച് സംസാരിക്കാനാണെന്നും പറഞ്ഞിട്ട് ഡെൻമാർക്കിനെ കുറിച്ച് സംസാരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. ഇതിനുത്തരം അതെ, ഇതുമായി ബന്ധപ്പെട്ട നിരവധി അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഡെൻമാർക്ക്, റഷ്യ, ഉക്രൈൻ ഈ 3 രാജ്യങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ബന്ധമില്ല. പക്ഷെ ഇന്നത്തെ ആഗോള രാഷ്ട്രീയം ഈ 3 രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് മുന്നേറുന്നത്. ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്തണം എന്ന് ട്രംപ് പറഞ്ഞതിന്റെ പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്. ഈ പ്രദേശം കൈവശമുണ്ടെങ്കിൽ റഷ്യയുടെ മിസൈലുകൾ തടയാൻ കഴിയും എന്ന്. റഷ്യൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഗ്രീൻലാൻഡ് വളരെ നിർണായകമാണെന്നാണ് ട്രംപിന്റെ വാദം. പക്ഷെ യാഥാർത്ഥ്യം എന്തെന്നാൽ റഷ്യയും ഗ്രീൻലാൻഡും തമ്മിലുള്ള ദൂരത്തേക്കാൾ കുറവാണ് റഷ്യയും അലാസ്കയും തമ്മിലുള്ള ദൂരം. കിഴക്കൻ ഭാഗത്തു നിന്നും മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനേക്കാൾ അതിനടുത്തുള്ള ഡെറിംഗ് പ്രദേശത്ത് നിന്ന് റഷ്യയ്ക്ക് വളരെ വേഗത്തിൽ മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ കഴിയും. ഇത് അമേരിക്കയ്ക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ഗ്രീൻലാൻഡ് അവിടെ എങ്ങനെയാണ് പ്രധാനപ്പെട്ടതാവുക? അവിടെയുള്ള ക്രിട്ടിക്കൽ മിനറലുകളാണ് യഥാർത്ഥ കാരണം. പ്രത്യേകിച്ച് കോബാൾട്ട്, ലിഥിയം പോലുള്ള ധാതുക്കൾ. ഇവയാണ് ട്രംപിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അതാണ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സെലൻസ്കി എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. ഡെൻമാർക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരു പ്രസ് മീറ്റിംഗിൽ ചോദിച്ചു, ട്രംപ് ഡെൻമാർക്കിന്റെ ഭാഗമായ ഗ്രീൻലാൻഡ് സ്വന്തമാക്കും എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നാണ് ചോദ്യം. ട്രംപിനെ തുറന്നടിച്ച് വിമർശിക്കാൻ സെലൻസ്കിക്ക് കഴിയുമോ? ഇല്ല, അത്ര എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം വളരെ ലളിതമായൊരു കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കണം, ട്രംപിന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം മാത്രമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഡെൻമാർക്കിന്റെ സാർവഭൗമത്വത്തിനും അവരുടെ പരമാധികാരത്തിനും ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഒരു രാജ്യത്തിനും തങ്ങൾക്ക് സ്വന്തമല്ലാത്തൊരു പ്രദേശം അവകാശപ്പെടാൻ യാതൊരു അവകാശവുമില്ല. ഇപ്പോൾ നിലവിൽ ഗ്രീൻലാൻഡിന്റെ സുരക്ഷയ്ക്കായി പല രാജ്യങ്ങളും കുറച്ച് സൈനികരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഒറ്റ അക്കങ്ങളിലോ ഇരട്ട അക്കങ്ങളിലോ മാത്രം ഒതുങ്ങുന്ന സംഖ്യയാണ്. ഇതിപ്പോൾ ഒരു മീം കൾച്ചറായി തന്നെ മാറുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ ഇല്ല. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇതിനകം തന്നെ ഞങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ശക്തമായ റഷ്യക്കെതിരെ പോരാടുകയാണ്. അങ്ങനെയിരിക്കെ ഇവിടെ പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങൾ മാറിപ്പോകാൻ പാടില്ല. ഈ പ്രാധാന്യം ഗ്രീൻലാൻഡിലേക്ക് മാറിയാൽ റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെടും എന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയ സന്ദേശം. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇത്രയും ഇങ്ങനെ വിശദമായി പറയേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു. ഒറ്റ വരിയിൽ പറയാമായിരുന്നു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ശ്രദ്ധ ഗ്രീൻലാൻഡിലേക്ക് മാറ്റിയാൽ ഞങ്ങളെ ആര് നോക്കിക്കൊള്ളും എന്ന ആശങ്കയാണ് അദ്ദേഹം വളരെ സൂക്ഷ്മമായും നയതന്ത്രപരമായും പറഞ്ഞത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഭയം ഒരു തരത്തിൽ ശരിയാണ്. നിങ്ങൾ സെലൻസ്കിയുടെ കാഴ്ചപ്പാടിലൂടെയോ അല്ലെങ്കിൽ ഒരു ഉക്രൈൻ പൗരൻ എന്ന നിലയിലോ ചിന്തിച്ചാൽ അദ്ദേഹം പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയം വ്യക്തമായി മനസ്സിലാകും. ഇപ്പൊ ശരിയായി പറഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം. ഉക്രൈനിൽ ഏകദേശം 1 കോടി വീടുകൾ ഉണ്ടെന്ന് കരുതാം. ഏകദേശം ഒരു കണക്ക് പറയുകയാണ്. കാരണം 2025 ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം നോക്കിയാൽ അവിടെ ഏകദേശം 1,30,00,000-ലധികം വീടുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലിപ്പോൾ റഷ്യ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ നടത്തിയ ആക്രമണത്തിൽ മാത്രം 6 ലക്ഷത്തിലധികം വീടുകൾ, അതായത് പകുതിക്കടുത്തോ പകുതിയിലധികമോ വരുന്ന വീടുകളിൽ പൂർണ്ണമായും വൈദ്യുതി ലഭ്യമല്ല.
നമ്മുടെ നാടുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. പല വീടുകളിലും ഇന്നും വലിയ ഇൻവെർട്ടർ സൗകര്യം ഇല്ല. ഗ്രാമപ്രദേശങ്ങളിൽ 100 വീടുകൾ ഉണ്ടെങ്കിൽ അതിൽ 1-2 വീടുകളിൽ മാത്രമാണ് ഇൻവെർട്ടർ സൗകര്യം ഉണ്ടാകും. ബാക്കിയുള്ള വീടുകൾ അടിയന്തര ബാക്കപ്പ് പോലുള്ള താൽക്കാലിക മാർഗങ്ങളിലാണ് ആശ്രയിക്കുന്നത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ നാടിനെയും ഉക്രൈനെയും നേരിട്ട് താരതമ്യം ചെയ്യാനും സാധിക്കില്ല. പക്ഷേ ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്ന തണുപ്പും കാലാവസ്ഥയും പോലും നമുക്ക് സഹിക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഈ ഊട്ടി, കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയാൽ പോലും ചൂട് വെള്ളമില്ലാതെ കഴിയുക അത്ര അസാധ്യമാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ വടക്കൻ ഭാഗമായ ഹിമാലയൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ഹീറ്റിംഗ് സംവിധാനങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അത്രത്തോളം ഗുരുതരമായ സാഹചര്യമാണ്. നമ്മുടെ രാജ്യത്തിലെ താപനിലയും ഉക്രൈനിലെ ഇപ്പോഴത്തെ താപനിലയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉക്രൈനിലെ താപനില -16 ഡിഗ്രി സെൽഷ്യസിനും താഴെയാണ്. മഞ്ഞ് കട്ടിയാകുന്ന താപനിലയേക്കാൾ വളരെ താഴേക്ക് പോയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ അവർക്കുള്ള ഗ്യാസ് സപ്ലൈയും വൈദ്യുതിയും പൂർണ്ണമായും മുടക്കി കഴിഞ്ഞാൽ സത്യം പറയാം, അത് ഏതൊരു മനുഷ്യനും ദീർഘകാലം അങ്ങനെ സഹിച്ചു ജീവിക്കാൻ കഴിയില്ല. അവനിനി ദരിദ്രനാകട്ടെ, അത്യന്തം സമ്പന്നനാകട്ടെ, ആവശ്യമായി ജനറേറ്റർ ബാക്കപ്പ് പോലുള്ള സൗകര്യങ്ങളില്ലാതെ ഈ സാഹചര്യത്തിൽ ജീവിക്കുക അത്യന്തം പ്രയാസമാണ്. അവിടെയുള്ള എല്ലാ ആളുകളും പണമുള്ള സമ്പന്നരൊന്നും അല്ലല്ലോ. അങ്ങനെ ആയാലും എത്ര ദിവസത്തേക്ക് ഈ ജനറേറ്ററെ തന്നെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയും? റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ നേരിട്ട് ഉക്രൈൻ ജനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി റഷ്യക്കെതിരായ മനോഭാവം ഇവിടെ കൂടുതൽ ശക്തമാവുകയാണ്. റഷ്യ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന വാദം ഒരുപാടുണ്ടാകാം. ഉക്രൈനും ബെൽഗറോഡ് മേഖലയിൽ ആക്രമണം നടത്തി ഏകദേശം 60,000-ത്തിലധികം ആളുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. ഈ എല്ലാ വിഷയങ്ങളും ഒന്ന് മാറ്റിവെച്ച് നോക്കിയാൽ പോലും അടിസ്ഥാനപരമായി ഇത് തെറ്റായ കാര്യങ്ങളാണ്. പക്ഷേ യുദ്ധം എന്നൊരു സാഹചര്യത്തിൽ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാകുമെന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധവും നമുക്ക് തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് സെലൻസ്കി എന്താണ് മറുപടി പറയാൻ പോകുന്നത്? ഉക്രൈനുള്ളിൽ ഇതിനകം തന്നെ സൈനികർ മുതൽ യുദ്ധഭൂമിയിലേക്ക് പോയി യുവാക്കൾ വരെ പെട്ടെന്ന് കാണാതാകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഓരോ 6 മാസത്തിലും 2 ലക്ഷത്തിലധികം ആളുകൾ കാണാതാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് ഉക്രൈനിലെ ജനങ്ങളിൽ സർക്കാരിനോടുള്ള പിന്തുണ വർദ്ധിപ്പിക്കുമോ, അല്ലെങ്കിൽ സെലൻസ്കിയോടുള്ള വിശ്വാസം കൂട്ടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെ സംഭവിക്കുന്നില്ല. ഇപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഒരേയൊരു കാര്യം മാത്രമാണ്: നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തുകൊള്ളുക, രാജ്യം മുഴുവൻ എടുക്കണമെങ്കിൽ എടുത്തുകൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ കൈവശം വച്ചിരിക്കുന്ന പ്രദേശങ്ങൾ മാത്രം എടുത്തുകൊള്ളുക. പക്ഷേ ജനങ്ങളെ ശാന്തമായി ജീവിക്കാൻ അനുവദിക്കുക. ഓരോ ദിവസവും മിസൈലുകളുടെ ശബ്ദത്തിലും ഡ്രോണുകളുടെ മുടക്കത്തിലും ജീവിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ മാനസികാവസ്ഥ. ഈ യുദ്ധം 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2022 ആരംഭിച്ച യുദ്ധം 2026 ഫെബ്രുവരി മാസം എത്തുമ്പോൾ 5ാം വർഷത്തിനടുത്ത് എത്തിച്ചേരും. ഇത്രയും കാലം കഴിഞ്ഞതോടെ അവിടെയുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥ പൂർണ്ണമായും സാച്ചുറേഷൻ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് വെറും ഒരു വാർഫാറ്റിക് മാത്രമല്ല, അവരുടെ ദിവസേനത്തെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിനെതിരായ അസന്തോഷമായി മാറാനുള്ള സാധ്യതയും ഇവിടെ വ്യക്തമായി കാണപ്പെടുന്നു. റഷ്യയ്ക്കും ഇതേപോലെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു കാര്യം വീണ്ടും പറയുകയാണ്: റഷ്യയ്ക്ക് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ബാക്കപ്പ് റിസോഴ്സുകളുണ്ട്. അവർക്കത് നേരിടാൻ വേണ്ടത്ര മാനവശേഷിയുമുണ്ട്. കാരണം ഭൂവിസ്തീർണം മാത്രമല്ല, ജനസംഖ്യയും റഷ്യയ്ക്ക് വളരെ കൂടുതലാണ്. പക്ഷേ ഉക്രൈന് അതൊന്നും ഇല്ല. ഇപ്പോൾ അടുത്തിടെ വന്ന ഒരു പ്രധാന വാർത്ത, 2025 2ാം പകുതിയോടെ അമേരിക്ക ഉക്രൈന് വലിയ തോതിലുള്ള ഫണ്ടിംഗ് അനുവദിക്കുന്നില്ല. ഇതിനവർ പറയുന്ന പ്രധാന കാരണം ഉക്രൈനുള്ളിൽ അഴിമതി ആരോപണങ്ങൾ കൂടുതലാണ് എന്നതാണ്. ഈ ആരോപണങ്ങൾ ഉയർന്നതിനു ശേഷം എമർജൻസി ഫണ്ടിംഗ് പോലും അനുവദിച്ചിട്ടില്ല. 2023-ലും 2024-ലും ഈ എമർജൻസി ഫണ്ടിംഗ് നൽകിയിരുന്നു US എയ്ഡ് മുഖേന. അന്നവർ പറഞ്ഞൊരു പ്രധാന കാരണം എന്തെന്നാൽ, ഉക്രൈനിൽ ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ചില നഗരപ്രദേശങ്ങളിലെ പ്രത്യേക കമ്മ്യൂണിറ്റികളെ തിരഞ്ഞെടുത്ത് അവിടേക്ക് ആവശ്യമായ ബാക്കപ്പ് സിസ്റ്റം നൽകുകയായിരുന്നു. അത് ജനറേറ്ററുകളായിരിക്കാം, ആവശ്യമായ ഇന്ധനമായിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററി റിസർവുകളുള്ള മൊബൈൽ യൂണിറ്റുകളായിരിക്കാം. ഇവയെല്ലാം അമേരിക്കയിൽ നിർമ്മിച്ച ശേഷം കടം എന്ന നിലയിലാണ് രേഖപ്പെടുത്തുന്നത്. എന്നിരുന്നാലും അത്തരം സഹായങ്ങൾ ഉക്രൈന് ലഭിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ട്രംപ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗമായതോടെ ഈ സഹായങ്ങൾ ഒന്നും തന്നെ ഉക്രൈന് ലഭിച്ചില്ല. സഹായം നിർത്തിയതിലുപരി സഹായം നൽകാൻ പോലും അമേരിക്കൻ സർക്കാർ തയ്യാറല്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. റഷ്യൻ ആസ്തികളിൽ നിന്ന് ലഭിക്കാവുന്ന ഫണ്ടുകൾ പോലും ഉക്രൈൻ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. പ്രായോഗികമായി പറഞ്ഞാൽ ഇപ്പോൾ ഉക്രൈനെ സഹായിക്കാൻ ആരും തന്നെ തയ്യാറല്ല.
ഇവയെല്ലാം ഉക്രൈനുള്ളിൽ അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവസാനമായി സെലൻസ്കി ഒരു കാര്യമാണ് പറഞ്ഞത്: ബോർഡ് ഓഫ് പീസ്, ഗാസയെ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള ഒരു പദ്ധതി. അതിൽ റഷ്യയെയും ഉക്രൈനെയും ക്ഷണിച്ചിരിക്കുന്നു. പക്ഷേ സെലൻസ്കി അതിൽ തുറന്നു പറഞ്ഞത് ഇതാണ്: റഷ്യയോടൊപ്പം ചേർന്ന് എനിക്കിവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല, ഞാൻ ഇതിൽ പങ്കെടുക്കുന്നില്ല. ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇപ്പോൾ സെലൻസ്കിയുടെ പ്രസ്താവനയിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹം റഷ്യയെ പരമശത്രുവായാണ് കാണുന്നത്. അതിനാലാണ് റഷ്യയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഇത് പൂർണ്ണമായും സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു അതീവ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഗാസ ഇപ്പോൾ അത്യന്തം വലിയ നാശനഷ്ടങ്ങളിലാണ്. അതിനെ പുനർനിർമ്മിക്കാൻ അമേരിക്ക സജീവമായി ഇടപെടുകയാണ്. ഇന്ത്യക്ക് ക്ഷണം നൽകിയിട്ടുണ്ട്, റഷ്യയ്ക്കും ക്ഷണം നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും ഇവിടെ സമാധാനം കൊണ്ടുവരണമെന്ന പേരിൽ ക്ഷണം നൽകിയിട്ടുണ്ട്. പക്ഷേ ഉക്രൈനെക്കുറിച്ച് ഓരോ രാജ്യവും വലിയ രീതിയിൽ സംസാരിക്കുന്നില്ല. ഉക്രൈനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഇപ്പോൾ പല രാജ്യങ്ങളും തയ്യാറല്ല. ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഈ സ്ഥിതിയൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും റഷ്യ ഉക്രൈൻ വിഷയത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഭരണകൂട മാറ്റം വന്നതോടെ, അല്ലെങ്കിൽ ചിലർക്ക് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെട്ടതോടെ ആഗോള ശക്തി സമവാക്യം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായി കാണാം. ഗാസയിൽ ഇനി വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. അവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലി സൈനിക സാന്നിധ്യം ഗാസയ്ക്കുള്ളിൽ തുടരുമെന്നാണ് സൂചന. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണം. അവരിലേക്ക് ഒരായുധവും എത്തരുത് എന്ന രീതിയിൽ നിയന്ത്രണം വേണം. ഇതിനായി ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അതായത് ഗാസയിൽ എന്ത് നടക്കണം, എന്ത് നടക്കാൻ പോകണം, ഇവയെല്ലാം പല രാജ്യങ്ങൾ ചേർന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഇതേസമയം ഉക്രൈനെക്കുറിച്ചുള്ള നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് യൂറോപ്പിന്റെ പ്രശ്നമാണ്, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളൂ എന്നാണ് നിലപാട്. അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കിക്കൊള്ളൂ എന്ന് അമേരിക്കയ്ക്ക് പറയാമായിരുന്നു. പക്ഷേ അങ്ങനെ അവർ പറയുന്നില്ല. ഇത് തന്നെയാണ് രാഷ്ട്രീയം. ഇതെല്ലാവർക്കും ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഉക്രൈനെ പതിയെ പതിയെ കൈവിടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലായും കാണുന്നത്. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്നത് ഉക്രൈനിലെ രാഷ്ട്രീയ നേതാക്കളല്ല. അവരെല്ലാവരും യൂറോപ്പിൽ സ്ഥിരതാമസമാക്കി കഴിഞ്ഞു. ഇതിനകം തന്നെ അവിടെ വൻ സമ്പത്ത് സമ്പാദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവസാനം ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരികയും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരികയും ചെയ്യുന്നത് ഉക്രൈനിലെ സാധാരണ ജനങ്ങളാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.